വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ പിതാങ്കം മൊഴി കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെറിയ ഒരു ടൂറാണ്. എവിടേക്ക് ടൂർ പോകണമെന്ന് പറഞ്ഞു കൊടുത്താൽ ഊട്ടിക്ക്. അപ്പോൾ ഈ ജാതി തണുപ്പത്ത് ഊട്ടിക്ക് ഞങ്ങൾ ടൂർ പോകണം. ഫാമിലി ടൂറാണ് കേട്ടോ. ഫാമിലി ടൂർ പറഞ്ഞാൽ ഞങ്ങളെ വാപ്പാൻ്റെ കുടുംബത്തിൻ്റെ ടൂറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളെ പിന്നെ എളാപ്പാരുണ്ട്, അമ്മായികളുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, വേറെ കുട്ടികളുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിക്കാണ് ഇന്നത്തെ ഒരു ദിവസം. സമയം പിന്നെ സുബൈക്ക് 4:30 മണിയായി. ബസ് അവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഒന്നും പറയാല്ല. അപ്പോൾ നമ്മൾ ഈ ടൂറിൻ്റെ വിശേഷമായിട്ട് അങ്ങനെ അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റിൽ ബസ് കയറിയത് ഞങ്ങളാണ്. ഇനിയാണ് ബാക്കിയുള്ളവരൊക്കെ കയറ്റാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് മുന്നോട്ട് പോയിക്കൊണ്ട്. അല്ല, ആരാണേ? അറിയില്ല. ചെറിയപ്പോ അറിയില്ല. കയറടാ എത്തൊക്കെ അജ്ജും കെട്ടി ഇങ്ങനെ പൊളിക്കണ്ടേ? അങ്ങനെ ടൂറിന്റെ കോർഡിനേറ്റർ എത്തിക്കഴിഞ്ഞു. ഇതാണ് ടൂറിന്റെ കോർഡിനേറ്റർ. അങ്ങനെ നമ്മളെ ഉച്ചഭക്ഷണത്തിനുള്ള ഭക്ഷണം കയറ്റാൻ വേണ്ടി നിർത്തിയാണ് ഡ്രൈവർ സ്പൾബർ. ഇതാണ് ഇവിടെ ഹോട്ടൽ ഉസ്മാനിയാണ് ഉച്ചഭക്ഷണം. ഹോട്ടൽ ഉസ്മാനിയ അയനിക്കോട്. നിങ്ങൾ പോരണോ? ആ, നമ്മളെ മുത്ത് സമീർ ഇതങ്ങനെ ഇവിടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തരയായത്? ആ, ആയില്ലേ? കുഞ്ഞുട്ടിയാ എടാ, ചിക്കൻ പറ്റാത്തവർക്ക് എന്താ? ചിക്കൻ പറ്റാത്തവർക്ക് എടാ ഇതന്നെ ഉള്ളൂ, ആകെ തന്നെ ഉള്ളൂ. ഇതെന്താ? എന്തിനോ തിളക്കുന്ന സാമ്പാർ, അല്ല എന്തിനോ തിളക്കുന്ന ചായ അല്ലേ? അടിപൊളി ചായയാണ്. അപ്പോൾ ചായ മേക്കർ തന്നെ നമ്മളെ മുത്താണ് സമീർ. ഉസാറല്ലേ? ഇജൊന്നും ഇത്ര നേരത്തെ വരലുണ്ടോ? ഇതെത്ര വാട്ട ചായ ആയിക്കണ സമീറെ? കട്ടൻ ചായ. അല്ല, എനിക്ക് ഹോർലിക്സ് ഉണ്ടായി തരാം. എമ്മാലി തന്നെ വമ്പ പാണ്ടാരി ഉണ്ടോ? ഉസ്മാനിയന്റെ നെടുന്തൂൺ എന്നൊക്കെ പറയാം. പോവാഞ്ഞു. അപ്പൊ നമ്മളെ ഭക്ഷണം ഹോട്ടൽ ഉസ്മാനിയ, ഊട്ടി റോഡ്, അയനിക്കോട്. ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് കാരണം മതിയല്ലേ? കണ്ടക്ടർ പൈസ വരി തുടങ്ങിയേ. പിരിവ് തുടങ്ങിയോ? കണ്ടക്ടർ പൈസ വരുവാണ്. ഈ നിങ്ങളില്ലല്ലേ, ഇതൊന്നും പാടില്ല. ഇനി പൈസ വിരിച്ചിന പരിപാടി ആ ഒഴിവാക്കിയാൽ മതി. ആ, അതെ. സ്പോൺസർഡ് ബൈ ഇതാണ്. ഇവിടെ വലിയ വലിയ മുതലാളിമാർ, എക്സ് ഗൾഫുകാരിതാണ്, ഓലൊക്കെയാണ്. അത് കിട്ടും. അപ്പോൾ കുഞ്ഞിമാളൊരു പാട്ടോടാണ്. അതിനാ വെച്ച് സലാം പറഞ്ഞ അസ്സലാമലൈക്കും. ഞാൻ സച്ചിൻ്റെ അടുത്ത് കൊടുക്കുക. ശരിക്കാണ് മൈക്ക അടുത്ത് കണ്ട് മുടിച്ചായി.
നമ്മള് ഫാമിലി ഇതുവരെ പോയിട്ടില്ല. അപ്പൊ നമ്മള് എന്താ പോയ പോലെ അടിപൊളിയായിട്ട് കുഴപ്പമില്ലാതെ തിരിച്ചു വരാന് അള്ള തോഫീക്ക് നൽകട്ടെ. So guys, let's start our journey with Fatiha. എല്ലാവരും ഫാത്തിഹ ഓതിക്കോളി. നമ്മള് സുബൈസ്കാരൊക്കെ കഴിഞ്ഞാണ്ട് പോയി. ഇത് സുബൈസ് കച്ചിന്റെ പള്ളി ഇതാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകൾ ഇതാണ്. അല്ല പോപ്പ നിങ്ങൾ പോരുന്നില്ലേ? പോരും വെറുതെ. ഞാനൊന്നും ഇപ്പൊ കഴിഞ്ഞിട്ടല്ല, പിന്നെ അങ്ങോട്ട് പോകാണ് ഒരുപോലെ. അതെന്താ നമ്മളോട് വേഗം പോകാൻ പറഞ്ഞ പോലെയൊക്കെ പരിശോധിച്ച് തോട്ടി ചാടിച്ചല്ലേ? ആ സ്റ്റൂള് നോക്കിട്ടോ, സ്റ്റൂൾ നോക്കി. അപ്പൊ നമ്മളിവിടെ നാടുകാണി എത്തില്ലേ? നാടുകാണി അല്ലത് അല്ലേ? ആ നാടുകാണി. പോലെ നിങ്ങൾ പോവല്ലേ? നിങ്ങളെവിടെ സ്ഥലം? എവിടെ സ്ഥലം? എളങ്കൂരാടാ. നമ്മളെ ലോകത്തല്ലേ? ഞങ്ങൾ ചെറുകോട്ടാരാണ്. അതറിയില്ല? പേലേപ്പുറം. നിങ്ങളെവിടക്ക പോണ്? അപ്പൊ അതാ നമ്മളിവിടെ നാടുകാണി ഇവിടെ ഒന്ന് ഫ്രഷ് ആകാനും. ഞാൻ എനിക്കറിയില്ല. ഓല ആരൊക്കെയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആകാനും വേണ്ടിയിട്ട് മൂത്രമൊഴിച്ച് കണ്ടൊക്കെ മൂത്രമൊഴിച്ച് റെഡി ആകാനും വേണ്ടിയിട്ട് നാടുകാണി ഇറങ്ങിയതാണ്. ഇവിടെ സ്ഥിരമായിട്ട് നമ്മളിതിവിടെ വരുമ്പോൾ ഈ പള്ളിക്കന്നാണ് മൂത്രമൊഴിക്കലും പ്രാഥമിക കാര്യങ്ങളൊക്കെ നിറവേറ്റൽ അല്ലേ നൂനോ? നമ്മളിവിടെ ഇറങ്ങലല്ലേ? നമ്മളെ വണ്ടി അവിടെ ഉണ്ടോ? പിന്നെ അവിടെ ഇങ്ങനെ പോകുമ്പോൾ സ്ത്രീകൾക്കുള്ള നിസ്കാര സൗകര്യമൊക്കെ ഉണ്ട് അല്ലേ? ധാരാ എന്താണ്ട പ്രശ്നം പറ? എന്താണ് എനിക്ക് വേണ്ടത് പറയടാ. എന്താണ് എടിയാ? അതൊന്നുമില്ല, അതൊന്നും കാട്ടില്ല. ബല പിടിച്ചോ. ആയി ബല പിടിച്ചോ. ഞങ്ങൾ പോയി. ജിഞ്ഞോട് കളിച്ചാൽ നിൽക്കണ്ട, വല്ലാഞ്ഞോട് കളിച്ചാൽ നിൽക്കണ്ട, കിട്ടും ചേർന്ന്. നിങ്ങൾ വിളിച്ചണ്? അപ്പൊ അയനിക്കോട് നിന്നും വന്ന എങ്ങനെ പറയാ? വേങ്ങാരി. ഞാൻ ഇവലോട് വഴി ചോദിച്ചാ, എടാ ഇവിടുന്ന് ഇനി ഊട്ടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? നിങ്ങളെവിടെ സ്ഥലം? ഊട്ടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഞാൻ സിബിയാണ് വരുന്നത്. നിങ്ങളെവിടുന്നാണ്? മലപ്പുറം എവിടെ? അതാ ഞാനുമായി ക്യാമറ ഓൺ ആക്കിയപ്പോൾ തന്നെ എൻ്റെ പാട്ട് കഴിഞ്ഞും ചെയ്തോ. ഇതാണ് അങ്ങനെ പ്രാർത്ഥനാ ഗാനം ചൊല്ലിയത്. ഇറങ്ങി ചാടി താൻ ഇറങ്ങി. ബിരിയാണി രാവിലെ തന്നെ ബിരിയാണി. നോക്കാണി മക്കളെ, നോക്കാണി. നമ്മൾ ചായ കുടിച്ചാൻ ഇറങ്ങിയതാണ്. ഇവിടെ കണ്ടില്ലേ മറ്റേ എന്തൊരു പന്നിയാണിത്?
നമ്മളെ ഡ്രൈവറാണ് കേട്ടോ, വളമ്പനാള് ഡ്രൈവർ ഫുൾ സപ്പോർട്ടാണ്. നിങ്ങളെ പേരെന്താണ്? റഫീഖ്. ആ, നിങ്ങളെ വീടോ? 5 ചവിടിക്കാൻ. നമ്മളെ മറ്റേ ആളുണ്ടായിരുന്നല്ലോ എവിടെ? ആ, ക്ലീനർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈ വണ്ടിൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആളാണ് കേട്ടോ. പേര് അജീബ്. അജീബ് ഞാൻ ആദ്യമായിട്ടേക്കാണ് അങ്ങനത്തെ ഒരു പേര്. അജീസൊക്കെ കേട്ടിക്കണേ, അജീബ് കേട്ടില്ല. ആരും ആക്രാന്തം കൂട്ടല്ലേ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചോളി. അതാ അത് എനിക്ക് കറിയണ്ടേ രസം കറിയാണ് വേണ്ട. ആ വീഡിയോ ഉണ്ടോ? ഇതേതൊരു സായിപ്പത്തി. നിങ്ങൾ സ്റ്റൂളൊക്കെ ആയിട്ടാ പോകുന്ന നിൽക്കണത്? എടേ അവിടെ നിന്ന് തിന്നാണ് ഇൻമോൾ താത്താൻ്റെ നിന്നോ? അവിടെ നിന്നോ? ആ നിങ്ങൾക്ക് ലേസൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ബസ്സിൽ പോകുന്നതന്നെ? ഈ ബസ്സിൽ പോകുന്നതന്നെ? ഈ ബസ്സിൽ പോകുന്ന എൻ്റെ പേരെവിടെ? എത്ര വിളിച്ചേ? അതെൻ്റെ ആയാലും വേഗം കുടിച്ചാൻ പറയും. അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടോല്ലേ? അത് ഞാൻ പറഞ്ഞു സത്യത്തിൽ ഞാൻ അനൗൺസ് ചെയ്തോണ്ട്. അമ്മായി എങ്ങനെയുണ്ട്? ഒരു ഉസാറില്ലാത്തൊരു ഉസാർ നിങ്ങൾക്ക്? എത്തപ്പോ മോളെ എത്ര നേരമായി തിന്നൽ തുടങ്ങിയിട്ട്? എപ്പോൾ തിന്നിങ്ങനെ ചെയ്യാൻ? തമാശല്ലേ കുഴച്ചിട്ട് ഇങ്ങനെ. എങ്ങനെ ഉണ്ടായിനടാ ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകാല്ലേ നമ്മള്? അടുത്ത സ്വീകരണ സ്ഥലം എന്തായാലും കുഞ്ഞു അതെ അടിപൊളിയല്ലേ സംഭവം? എന്റെ പോക്കാണ് ഭയങ്കര പോക്ക്. ബാരിങ്ങി നൂനോ. അപ്പൊ നമ്മളിപ്പോ എവിടെ അല്ലേ? ഊട്ടിയിലെവിടെ? എവിടെ വെച്ചോ? ഷൂട്ടിംഗ് പോയിന്റ്. അപ്പൊ നമ്മളിവിടെ ഷൂട്ടിംഗ് പോയിന്റിലെത്തി. ഇതാണ് ഇവിടുത്തെ ക്രൗഡ്. എവിടെയാണ് നമ്മളെ ടീംസൊക്കെ? എവിടെ? ഇവിടെ കണ്ടില്ലേ ഒക്കെ വീഡിയോസും ഫോട്ടോസും സെൽഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സഞ്ജു എങ്ങനെയുണ്ട് ഡി? എങ്ങനെയുണ്ട്? സൂപ്പറാ? എത്ര വട്ടം? എടി എങ്ങനെയുണ്ട് ഊട്ടി യാത്ര? എങ്ങനെയുണ്ട്?
എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര ഉള്ളു, കുഴപ്പമില്ല എന്നുള്ളു. ഇങ്ങനെ റിസ്ക് എടുത്ത് പോന്നിട്ട് ഏതാ തണുപ്പുണ്ടോ? തണുപ്പ് നിങ്ങൾക്ക് വരാൻ പോകണുള്ളൂ. ഫിച്ചൂസ് അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? കോർഡിനേറ്റർ എന്താ പറയാല്ലേ? എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ അടുത്ത ടൂറിനുള്ള പ്ലാൻ ഇപ്പൊ തന്നെ ഇതിനിട്ട് പോകട്ടെ. മൈസൂര് നമുക്ക് പൊളിക്കണം. അമ്മായിയെ സാറല്ലേ, നിങ്ങൾ കോട്ട് എടുത്തിട്ടില്ലേ? അപ്പം എന്തേ കോട്ട് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കോട്ടില്ലാതെ കയറ്റൂല. ഇനി അവിടെ ഇനി കോട്ട് വേണം. ശരിക്കുള്ള സ്ഥലത്തേക്ക് എത്തിയില്ല നമ്മള്. അത് ഊട്ടിയിൽ എത്തങ്ങളെ പരിപാടി സച്ചോ? അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ കാണിച്ചു. ഇവരൊക്കെ വയന്നുകാണ്ട് ഇങ്ങനെ ഷൂട്ടിംഗ് പോയിന്റ് കയറാനാണ്ട് ഇങ്ങനെ പോയതാണ്. പക്ഷെ പോയെന്ന് ചെറിയ കാണ്ട് ഇങ്ങനെ പോകുകയും ചെയ്തു അല്ലേ? തൊപ്പി വന്നിക്കണോ? തൊപ്പി വന്നിക്കണോ? താതോ ഞാൻ കരുതി തൊപ്പിനെ കാണാനാണ്. ന്യൂന ശരിക്കും ശ്രദ്ധിച്ച് കാണിക്ക. എടേ അപ്പം നമ്മളിവിടെ നാട്ടിൽ അടിപൊളി ചായ വാങ്ങിട്ടോ. സൂപ്പർ ചായ. ഇതെന്താണ്? എത്ര? ഇവിടെ ഓരോരുത്തരും മാങ്ങയും ഉപ്പിലിട്ടൊക്കെ തിന്നിങ്ങനെ ചീറി വിളിച്ചിങ്ങനെ നടക്കണണ്ടില്ലേ? ഗായ്സുകളെ പോകല്ലേ? എത്ര പരിപാടി ഇവിടെ സാറ്റ് കളിച്ചു ഞങ്ങള്. അല്ല ഞാനാ എന്നെ ഇപ്പൊ കുഞ്ഞിപ്പ എവിടെ? എന്താ പരിപാടി? എനിക്ക് വേണോ പാടും? ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഷൂട്ടിംഗ് പോയിന്റ് കൂടെ ഇങ്ങനെ അന്തം വിട്ട് നടക്കുകയാണ്. പോണ്ടേ ഫോട്ടോ നമുക്ക് പോയിക്കോളി. ഫോട്ടോ നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് നോക്കണ്ട, ഇത് വീഡിയോ ആണ്. വണ്ടി എങ്ങനെ? എവിടെ? ചാണക മൈലാഞ്ചിയാണിത്, മൈലാഞ്ചി. ഊട്ടിയിലെ നമ്മള് ഊട്ടി എത്തിയിട്ടില്ലടാ, ഇനിയും കൊറേ പോണേ. അത് അവിടേക്ക് എത്തണുള്ളേ, അതിന്റെ ഇടയിലുള്ളതാണ് അല്ലേ സച്ചോ? നിങ്ങൾ ഇടക്ക് പോരല്ലേ ഇങ്ങോട്ട് ഊട്ടിക്ക്? അങ്ങനെ
ആ ഒന്നാ ഇന്ന് കേക്കണം, ഇന്ന് ഫുള്ള് റീലേ കാലം. ഐ ഇസ്മായിൽ പ്ലീസ്. ഒരു ഫോട്ടോ എടുത്താ കുഞ്ഞുമോനല്ലേ കൂട്ടുകാർ പറയണം. ഇത് മമ്മൂട്ടിയും ബാവുട്ടിയും ഒപ്പം നിന്നാലേ മമ്മൂട്ടി ഏതാണ് വാപ്പുട്ടി ഏതാണെന്ന് അറിയില്ല. ഒക്കെ വിട്ടേരിട്ടോ, ഒക്കെ വിട്ടേരിട്ടോ. അവിടെ ടിക്കറ്റ് അവിടെ പൈസ കൊടുത്തോ ഊട്ടി എത്ര ആളാ? 2 ആളോ? അവിടെ ടിക്കറ്റ് ഇത് 10 പൈസ അല്ലേ? 10 പൈസ. റോഡിന്ന് പണിയെടുക്കുക. എന്ത് പണിയാണ് അവിടെ? വീരൻസി റോഡ് ആയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് റോഡ് അടച്ചിടുന്നതാണ്. ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ ഇവിടെ എവിടെ എത്തിക്കണെങ്കിൽ ആരാണ് എന്താണ് എന്ത് പാർക്കാണെന്നോ? അപ്പൊ നമ്മളിവിടെ ഊട്ടിയിൽ കർണാടക പാർക്കിലാണ് ഇപ്പൊ എത്തിയത്. കർണാടക പാർക്ക് ഇതൊരു വമ്പൻ പാർക്കാണ്. ഇതൊരു സംഭവമാണ്. ഇതൊക്കെ കണ്ടാണ്ടുണ്ടല്ലോ. പിന്നെ ഇപ്പൊ 12:15 1 മണി 1:30 ആകുമ്പോൾ തന്നെ നമ്മൾ വന്ന് സംഭവം ഇവിടുത്തെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് മറ്റേ ഇവിടെ എന്തൊക്കെ കുറേ ഉണ്ട് ഊല് പറഞ്ഞു. അപ്പോൾ കർണാടക പാർക്കിലാണ് ഇപ്പോൾ എത്തിയ സമയം. ഇവിടെ 12 മണിയായി. അപ്പം ഇനി ഇവിടെ ഒന്നും ഇങ്ങനെ കറങ്ങിയിട്ട് പെരും വെയിലാണ്. ഇവിടെ ഇപ്പം തണുപ്പൊന്നുമില്ല. ഇതിൻ്റെ ഇതുവരെ പിന്നെ ഇവിടെ കുറച്ച് ദിവസം മുമ്പൊക്കെ പെരും മഴയും ഒരു ജാതി ചേലേനും. പക്ഷെ ആ ചേലൊക്കെ മാറിങ്ങാണ്ട് ഇപ്പം നല്ല അടിപൊളിയാണ്. നല്ല വെയിലും നല്ല തണുപ്പില്ല കാറ്റും നല്ല വെയിലും നല്ല അടിപൊളി കണ്ടില്ല. മുന്നാസ കണ്ടില്ല പാർക്കിലെ വള്ളത്തിൻ്റെ പിന്നെ ഡാമും വന്ന് ചാടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് മുന്നാസൊക്കെ വന്നിട്ടുള്ളത് അല്ലേ? കണ്ടില്ലേ പാർക്ക് കണ്ടില്ലേ പാർക്ക് കണ്ടില്ലേ? നഞ്ഞ് വേഗം പോകട്ടെ നമ്മള് കേട്ടോ. പോലെ ഡാമോ ഡാം തന്നെയാണ് ഇപ്പൊ ഇറങ്ങി ടിക്കറ്റ് മുമ്പ്. അപ്പൊ നമ്മളെ ബസ് അപ്പുറത്തേക്ക് പോവാണ്. ബസ് അവിടെ ഇവിടെ നിർത്താറുണ്ട് താഴത്ത്. അങ്ങനെ നമ്മൾ എന്താപ്പോ ഇവിടേക്ക് ടിക്കറ്റ് എടുക്കണത് ചോദിച്ചാൽ പോവാണ്. ഹലോ ഗായ്സ്, ഇവിടെ ടിക്കറ്റ് എങ്ങനെയെന്ന് ചോദിച്ചാൽ 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അത് 5 വയസ്സ് വരെ ഫ്രീ ആണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 30 രൂപ. അങ്ങനെയല്ല പറഞ്ഞേ? എത്തങ്ങായി എന്താലേ നിങ്ങളെ അടിച്ച് പൊളിക്കുകയാണല്ലേ. സച്ചു എനിക്ക് എന്താ പറയാലേ? എന്നാലും പറയേ ഇവിടെ ഇതൊക്കെ തന്നെ അല്ലത് ടിക്കറ്റ് ആടെ എടുത്തില്ല. ടിക്കറ്റ് എടുത്താ ആയി ഒന്നായിട്ടാണ് പോകട്ടോ താഴത്തേക്ക്. അപ്പോൾ ഗായ്സ്, ഇവിടെ ഈ കർണാടക ഗാർഡനല്ലേ, കർണാടക ഗാർഡൻ്റെ പിന്നെ ഉള്ളിലേക്ക് വന്ന എല്ലാവർക്കും ഓരോ കടലൊട്ടായി കിട്ടും. ആദ്യം കേരളോർക്ക് കടലൊട്ടായി. അപ്പോൾ ആ കടലൊട്ടായി വാങ്ങിക്കാണ്ട് ഞങ്ങൾ കഴിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ എല്ലാവർക്കും കടലൊട്ടായി കിട്ടും. അത് ഫ്രീ ആണ് കേട്ടോ. അല്ല മക്കളെ, ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ പോന്നിക്കണ അവിടുന്ന് ഈ ബസ്സൊക്കെ പിടിച്ചാണ്ട് 10,000-50,000 റുപ്യ ചെലവാക്കിക്കാണ്ട് എത്തങ്ങളെ കഥ ഈ വെയില്, അതും ഈ വെയിലത്തെ
ഈശാണി അവിടുന്ന് ഇതുവരെ ബസ്സിലിരിക്കാനും എന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ്ട് ഇവിടെ വന്നിരിക്കുക ഊസൂറും പുളി അപസ്മാരങ്ങളൊക്കെ ഉണ്ടോ അല്ല നിങ്ങൾ ഉരുണ്ട് കളിക്കാനാണോ അങ്ങോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയാ അല്ല മാഷാ അല്ലാ എവിടെ നിങ്ങള് ഓരോരുത്തർ എന്തൊരു പ്രദക്ഷിണം അതിന് പറയലുണ്ടല്ലോ സായന പ്രദക്ഷിണം ഇതേക്കണേ ഇവര് കണ്ണൂർ ജില്ലയിൽ നിന്നാ വരുന്നത് കണ്ണൂർ ജില്ലയിൽ പിന്നെ ഹലോ ഗായ്സ് കൊയങ്ങി ഗായ്സ് ആകെ നടന്ന് ആകെ ഇടങ്ങാറായി കാലൊക്കെ കടഞ്ഞ് ഇനിയിപ്പം എന്താ പറയടി ബെജ്ജ ഗായ്സ് ഞാൻ കൊയങ്ങി ഇന്നെ ഇവിടെ നിന്ന് ഏറ്റി കൊണ്ടുപോകേണ്ടി വരും മസിനെ കൂടി പോയി ഊട്ടിയിലേക്കൊരു യാത്രയിൽ ഊട്ടിയിൽ വന്നിങ്ങനെ കായില്ലാത്ത പോലെ ഇറച്ചി വെക്കണ മാതിരി ഇങ്ങനെ ഇരിക്കണത് അല്ലേ മമ്പറത്ത് കണ്ടിട്ടമായിരിക്കണ മാതിരി ഇങ്ങനെ ഇരിക്കുകയാണ് ആരാ കഴിഞ്ഞോട്ടിയാ ഇതെന്താ സാധനം അപ്പൊ നമ്മളിപ്പോ ഊട്ടിയിലാണ് എന്താ ബോറാണ് വീഡിയോ എടുത്തോ ഗൈസ് മുഖൊക്കെ ആകെ സീനായിക്കണ് കേരള Lots of beautiful people and respectful people who very like. Thank you. Sorry. അപ്പൊ ഇവരിതാ എന്താപ്പോ ഇവരെ എവിടെയാന്നെ കൺട്രി ആ ഏതാ കൺട്രി എന്നറിയില്ല എന്തായാലും ഒരു ഇനിമോളിറ്റും സെൽഫി എടുക്കാൻ ഉള്ളൊരു കമ്പത്തിലാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ കർണാടക ഗാർഡനിൽ നിന്നും പുറത്തിറങ്ങി ഇനി എന്താ പരിപാടി ഇനി എന്താ പരിപാടി ഇനി എന്താ അടുത്ത പരിപാടി ഫുഡ് അപ്പം എന്നാല് അപ്പം ഇനി അടുത്ത മെയിൻ പരിപാടിയാണ് ഫുഡ് കഴിക്കൽ. അപ്പം ഇനി ഫുഡ് കഴിക്കലിലേക്ക് പോവാണ് അല്ലേ ഇതിക്കൊന്ന് നോക്കട്ടെ ആ ഓക്കെ എനിക്ക് വെള്ളച്ചോറാണ്. ചോറളക്കാൻ പോട്ടി തന്നെ കേട്ടോ. എന്നാ മാങ്ങാത്തോല് വാങ്ങി ചോറ് വിളമ്പാൻ പോവട്ടെ കേട്ടോ. ആ ഇത് കുടിച്ചു തിരക്കല് ആരും ആക്രാന്തം കാട്ടല്. സാധനം കിട്ടും
അവിടെ ആ കുട്ടികൾക്ക് കുറച്ച് കൊടുക്കാം. ചോറാണ് ഏനെ കോരിയോ അവൻ അവിടെ കൊടുക്കാം അവിടെ കൊടുക്കും. അങ്ങോട്ട് പോയി വരി കിട്ടോ വരിക്ക് കൂപ്പണ് ആ കൂപ്പണ് ഇങ്ങോട്ട് തന്നേ. ആരുടെ കൂപ്പണ് ഇങ്ങോട്ട് തന്നെ അവിടെ ഉണ്ട് അവിടെ സ്ഥലം ഉണ്ട്. അതാണ് ഞാനും പറഞ്ഞു ഇനി ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഇങ്ങോട്ട് വാ ഇവിടെ ഗ്യാപ്പ്. അവിടെ വെള്ളമാണ്. അപ്പോൾ ഗായ്സുകളെ നമ്മളിവിടെ ഊട്ടിയിൽ ബെഞ്ച് മാർക്ക് ടീ പിന്നെ ഫാക്ടറിയിലാണ്, അതായത് ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ, ചോക്ലേറ്റും ചായപ്പൊടിയൊക്കെ. ഇതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ കണ്ടില്ലേ, ഇതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ആണ് കേട്ടോ. എന്താ രസം മക്കളെ. വമ്പൻ വൈബാണ് കേട്ടോ. ഊട്ടിക്ക് വരുമ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഈ ടീ ഫാക്ടറി കാണാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിലൊന്ന് ഈ ടീ ഫാക്ടറിക്ക്, ഇവിടെ കുറേ ടീ ഫാക്ടറി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നല്ല രസമാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ് അല്ലേ, അതിൻ്റെ ഉള്ളിൽ കയറല്ലേ. ഈ നൂന് കണ്ടില്ല കോട്ടക്കെട്ട് ഇങ്ങനെ അപ്പോൾ നമ്മളിതിൻ്റെ എൻട്രൻസിക്ക് പോവാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കാണ്. Benchmark Chocolate Factory. Cocoa tree in India is an intercropping plant, and these cocoa pods are harvested when bright yellow. These pods are cooked and sun-dried and shipped to the processing center. Chocolate is a preparation of roasting of tea. ഇതെന്താണ് പൊറാട്ടക്കില്ല ദുബായ്സമാര്? ഈ സാധനമാണ് ഇങ്ങനെ ചോക്ലേറ്റ് ആയിങ്ങാണ്ട് ഇങ്ങനെ ഇവിടെ വന്നത്. അല്ല 18-ാം പടി ഇങ്ങനെ കയറണം കേട്ടോ. അത് അല്ല അപ്പോൾ അവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ടിക്കറ്റ് എടുക്കണം. ഒരു 30 രൂപയും ഒരു 10 രൂപയില്ലേ. ഇത് കണ്ടോ സംഭവം? ഓല അവിടെ ഉണ്ട്. ഇതെന്താ സംഭവം കണ്ടോ? ഇത് നമ്മൾ നമുക്കായിരിക്കാം തേയിലത്തോട്ടത്തിൽ നിന്ന് ഫസ്റ്റിൽ ഇല പറിക്കൂലേ, അവിടെ നിന്ന് ഉള്ളുണ്ടല്ലേ, ആ ഇലയാണിത്. ഇത് ഇങ്ങനെ വന്ന് ഫസ്റ്റത്തെ പ്രൊസീജിയറാണിത്. കാരണം ഫസ്റ്റ് ഇത് വന്ന് വെള്ളം ഊറ്റി വാട്ടർ ഇനി നടക്കും. ഇങ്ങോട്ടൊക്കെ ആ ഇലയാണിത്. ഇങ്ങോട്ടാക്കി ഇതല്ല. ഇത് ഇതിലിങ്ങനെ ഇടും. ഇതിലിങ്ങോട്ടൊക്കെ പാ ഇതാ അങ്ങനെ ഈ ഇല എടുത്തിട്ടുങ്ങാണ്ട് ഇല തന്നെ ഞാൻ തന്നെ വാരിട്ടോ. ഇല ഞാൻ തന്നെ വാരി ഇതാ ഇങ്ങനെ മെഷീൻ കിട്ടും. അതങ്ങനെ പോകും. അങ്ങനെ പോകും. നമ്മളപ്പുറത്ത് കൂടെ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. നടക്കുക
നമ്മളൊപ്പം എല്ലാ ടീമൊക്കെ മുന്നിൽ പോയിക്കുന്നുണ്ട്, കുറേ ടീമുണ്ട്. ഇനി ഇതിലങ്ങനെ വന്നിട്ട് അപ്പോൾ ഇവിടെ സെൽഫി എടുക്കൽ തുടങ്ങി കുറേ ടീം. അതാ അയിലല്ലേ എത്തുണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അയിലാണ് അവരോ അതിനുള്ളിൽ കൂടെ കാണൂലല്ലേ. Demands by manufacturers and export sales. In orthodox tea, manufactured into the rollers where the leaves are crushed. വെറുതെ കിട്ടിയാലേ Unrolled tea ഗുരുടാൻ കുടിക്കുന്ന അറിയണ മാതിരിയാണ്. that are called as first finds are placed on the ceramic tiles for fermentation. അനക്ക് എന്തരിയായ ലേറ്റ് ആയ അതോ സ്ട്രോങ് ആയ സച്ചോ വെറുതെ കിട്ടിയാലേ വെറുതെ സച്ചോ Green tea proves its superiority with regards to health benefits. ഈ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായയാണ് കേട്ടോ, അടിപൊളി ചായയാണ്, നല്ല ടേസ്റ്റ്. നിങ്ങൾ കുടിച്ചോ? Orthodox, green tea, oolong tea, white tea. At Benchmark, we have 3 sophisticated phenols, amino acids, enzymes, pigments, carbohydrates, minerals, and volatiles. And the botanical name of this herb is called Camellia sinensis. Orthodox tea. The tea leaves were commercially manufactured in India in the year 1830. Since 1830, the Orthodox tea met huge demand. അപ്പോൾ പോലെ കൗണ്ടറാണിത് ചായപ്പൊടിൻ്റെ. പോവാ ബെഞ്ച്മാർക്ക് ടീ. പെരും ജനങ്ങളാണ് കേട്ടോ ഇവിടെ ഈ ടീ ഫാക്ടറിയിൽ നല്ല എല്ലാ ടീ ഫാക്ടറിയിലും കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ കൗണ്ടറിന് നല്ല ചായയും നല്ല കോഫി എല്ലാ സാധനങ്ങളും കിട്ടും. ചോക്ലേറ്റ് ലൈവ് സാധനങ്ങളാണ്. എങ്ങനെ അങ്ങോട്ടാക്കാം ഇതാണ് ചോക്ലേറ്റ് നമ്മൾ അവിടെ ഉണ്ടാക്കണ കണ്ടില്ലേ, ആ സാധനമാണിത്. അതൊന്നും ഇപ്പോൾ വാങ്ങൂല. ഇങ്ങളൊക്കെ വാങ്ങിയോ? ഇതാണ് പിന്നത്തെ എന്താ ഫ്രീ ആയിട്ടോ? എന്നാ ഏമുണ്ട് എന്താ സ്മെല്ല് ഇവിടെ, എന്തൊക്കെയാ സംഭവം, എന്താ
ഇതൊക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റുകളാന്ന് തോന്നുന്നു. എന്താണ് സഞ്ജയ് ഇതൊക്കെ എന്താണ്? യൂക്കാലിപ്സിൻ്റെ ഓയിലല്ലേ? അത് നല്ല സ്മെല്ലാണ്. യൂക്കാലിപ്പിൻ്റെ സ്മെല്ലാണ്. എന്തായി? പോവല്ലടി, പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങോട്ട് അതിലല്ല ഇതിലങ്ങോട്ട് വാ. ആ പോട്ടെ. എക്സിറ്റ്. നമ്മൾ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ പോണല്ലേ? ആ നടക്ക്. കാണുന്നില്ല. ഹോട്ടലിൻ്റെ ഉള്ളിലെത്തി. അല്ല എവിടെയും നിങ്ങളൊക്കെ പറയും പോലെ തരഞ്ഞ ആകെ കുഴങ്ങി. ഓ കിട്ടിയാണ്ടല്ലോ. രണ്ട് പിള്ളേർ ഓഫ് എടുക്കണ്ട കേട്ടോ. മുപ്പത് ചില്ലറല്ല എന്താണ്? ഇത് ടിക്കറ്റ് വേണോ? അല്ലേ 50 മതി. ഇതെന്തിനാ എനിക്ക് 50 മതി. 10 തരാം. ഒരു 10 കൊടുത്താ. അസ്സലാമലൈക്കും. യാദൃച്ഛികമായി കണ്ടുമുട്ടി. എന്താ സാധനം? എന്താ സുഖമായിരിക്കണം. നിങ്ങളെപ്പോഴെത്തി? പറയാ ഞങ്ങൾ രാവിലെ വന്നു. ഇതാരാ? ഇത് നമ്മളെ സാറാണ്. എന്നിട്ട് വേറെ പിന്നെ നിങ്ങളെങ്ങനെ വന്നേ? എങ്ങനെ ഞങ്ങള് പാലിയേറ്റീവുകാരന്റെ കൂടെ തന്നെ? ആ അതാണ് ഇവിടെ കുറെ ഒരുപാട് കാലം അന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ അസ്കുക്കാനെ കാണുന്നത്. വേറെന്താ സുഖായിരിക്കണേ. വലിയ അസ്കുക്ക നമുക്കൊരു ഫോട്ടോ എടുക്കാം. അപ്പം മക്കളെ നമ്മളിങ്ങനെ ടൂർ വന്ന് പോയ ഇങ്ങോട്ട് ഊട്ടിക്ക് വന്നപ്പോൾ യാദൃശികമായിട്ട് നമ്മളൊരു സുഹൃത്തിനെ കണ്ടു. ഞാൻ ബക്കീർക്ക പാലക്കാട് ഒറ്റപ്പാലാണ്. വളരെ ഒരു എന്താ പറയാ ഒരു അവിസ്മരണീയമായ അന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ ചോദിക്കാറുണ്ട് ഇനി എന്നാ വരിക എന്നുള്ളത്. അങ്ങനെ യാദൃശികമായിട്ട് ഇന്ന് കണ്ടാലും നമ്മൾ കാണുന്നു കരുതിയല്ല. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കാണുന്നു. വേറെന്താ സുഖമായിട്ട് എങ്ങനെ പോകുന്നത്? എപ്പോഴാണ് പോകുന്നത്? ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിലത്തെ പാലിയേറ്റീവുകാരുണ്ട്. അവരെ കൂടെ വരികയായിട്ട് ബസ്സോ അവര് ട്രാവലറിന് അവരെ കൂടെ വരികയായിട്ട്. ഓക്കെ. അസ്കുഖാന്റെ അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം. അപ്പൊ ഓക്കെ. എന്നാലേ ഞങ്ങൾ കുറെ ടീമുണ്ട്. ഓലൊക്കെ അങ്ങനെ പോയി. ഇസ്മായിൽ പ്ലീസ്. ഇതെന്താ പരിപാടിയാടാ? അപ്പോൾ അതാ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും മടങ്ങി പോവുകയാണ്. ഞാനും നൂനും ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. പോലെയൊന്നും കാണുന്നില്ല. ഏതായാലും നമ്മൾ വണ്ടിക്ക് പോവുകയാണ്.
അല്ലേ അല്ലേ പെരും തണുക്കുന്നുണ്ടോ? ഒരാള് തണുത്ത് കോറിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കോട്ടിട്ടിട്ടും തൊപ്പിട്ടിട്ടും ഒക്കെ തണുക്കുകയാണ്. ഞാൻ കോട്ടും തൊപ്പിയൊന്നും ഇട്ടിട്ടില്ല, എന്നാലും പെരും തണുപ്പുണ്ട്. തണുപ്പ് സഹിക്കാൻ പറ്റായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയാണ്ട് പോകുന്നത്. ഇതെന്താ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളെ കാരല്ലേ വരി ഇങ്ങനെ നിൽക്കണേ.